ഹേ ഗൈസ്, സോ നമുക്കൊന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് സ്ക്വാഡ് അനാലിസിസ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഞാനും ഒരു ക്രിക്കറ്റ് ഫാനാണ്, എല്ലാവരെ പോലെ തന്നെ ജസ്റ്റ് ഒരു നോർമൽ ക്രിക്കറ്റ് ഫാനാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 2026 T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് സ്ക്വാഡ് സെലക്റ്റഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ODI സ്ക്വാഡും സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും 2026 എന്ന ഇയർ എപ്പോഴും T20 വേൾഡ് കപ്പിന് വേണ്ടിയിട്ടാണ് പ്രിപ്പറേഷൻ മൊത്തം. ബട്ട് 2027 വേൾഡ് കപ്പും നെക്സ്റ്റ് ഇയർ ആണ്. ഓക്കെ, ആഫ്റ്റർ 1 ഇയർ. അപ്പോൾ അറിയാം, എനിക്ക് T20 സ്ക്വാഡ് ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. T20 സ്ക്വാഡ് പക്കയാണ്. കാരണം നമുക്കറിയാം, ഒരു വൈസ് ക്യാപ്റ്റനെയാണ് അവർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഐ എം നോട്ട് ഡിസ്കറേജിങ് ദാറ്റ് പ്ലെയർ. കാരണം ആ പ്ലെയർ ആക്ച്വലി നല്ല പ്ലെയറാണ്, നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. കാരണം ശുഭ്മാൻ ഗിൽ, കാരണം പുള്ളി നല്ലൊരു ODI ബാറ്ററാണ്, നല്ലൊരു ടെസ്റ്റ് ബാറ്ററാണ്. ഈവൻ T20യും പുള്ളി കളിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു എക്സ്പ്ലോസീവ് ഓപ്പണിംഗ് ബാറ്റിംഗ് കോമ്പിനേഷൻ വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ സഞ്ജു സാംസനെ ഓപ്പണിങ്ങിലോട്ട് കൊണ്ടുവരുന്നത്. അത് ജസ്റ്റ് അവരുടെ ഒരു ട്രൈ ആണ്. പുള്ളി അതിൽ വിജയിച്ചിട്ടുമുണ്ട്. പുള്ളി മുന്നേ നമുക്കറിയാൻ കണ്ടതാണ്, സൗത്ത് ആഫ്രിക്കയിലാണെങ്കിലും മീൻസ് മുന്നുള്ള ഈ ബംഗ്ലാദേശ് ആയിട്ടുള്ള സീരീസ് ആണെങ്കിൽ പോലും, ഈവൻ ലാസ്റ്റ് കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയിലെ ലാസ്റ്റ് T20 മാച്ചിൽ പോലും പുള്ളി നന്നായി ഓപ്പണിംഗ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. സോ അവർക്ക് ആ ഒരു ഓപ്പണിംഗ് സ്റ്റാർട്ടാണ് വേണ്ടത് T20 വേൾഡ് കപ്പിൽ. അത് അഭിഷേകും സഞ്ജുവും ആക്ച്വലി ടേക്ക് ഓവർ ചെയ്യും. എങ്ങാനും അതിൽ വല്ല ഇപ്പോൾ 1 വിക്കറ്റ് ഡൗൺ അങ്ങനെ വല്ലതും ആണെങ്കിൽ നമുക്ക് ബാറ്റേഴ്സ് ഉണ്ട്. തിലക് വർമ്മ പിന്നെ സൂപ്പർ ഫോം, സൂര്യകുമാർ യാദവ്, നമുക്ക് ആ പുള്ളിനെ ട്രസ്റ്റ് ഉണ്ട്. ഹി വിൽ ഡു ഇറ്റ്. കാരണം പുള്ളി ഇപ്പോൾ കുറച്ചൊരു ബാറ്റിംഗ് ഫോം ഡൗൺ ആണെങ്കിലും നമുക്കറിയാം പുള്ളി നന്നായി ബാറ്റ് ചെയ്യും എന്നുള്ളത്. സോ പുള്ളി എന്തായാലും ഫോമിലോട്ട് തിരിച്ചു വരും. അതേപോലെ തന്നെ പിന്നെ നമുക്കറിയാം ഹർദിക് പാണ്ഡ്യ ഉണ്ട് നമ്പർ 5-ൽ, നോ ഡൗട്ട് ഇൻ ഇറ്റ്. ഹീസ് എ സൂപ്പർ ഓൾറൗണ്ടർ. പിന്നെ അക്സർ പട്ടേൽ, റിങ്കു സിംഗ്, സോ ഹാപ്പി ഫോർ. കാരണം റിങ്കു സിംഗ് ഒരു തെറ്റും ചെയ്തിട്ടില്ല കഴിഞ്ഞ സീരീസിൽ സെലക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി. കാരണം പുള്ളി അടിപൊളി ഫിനിഷറാണ്. പിന്നെ ഒബ്വിയസ്ലി ബോളിംഗ് ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എനിക്കിതിൽ പ്രശ്നം വരുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ODIയിലാണ്, സ്ക്വാഡിലാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഋതുരാജ് ഗൈക്വാഡ് പുള്ളി നല്ല രീതിയിലാണ് കഴിഞ്ഞ ODIയിൽ ബാറ്റ് ചെയ്തിട്ടുള്ളത്. ഈവൻ 100 സ്കോർ ചെയ്തിട്ടുണ്ട്. സോ ചിലപ്പോൾ നമുക്കറിയാം, ശ്രേയസ് അയ്യർ തിരിച്ചു വന്നതുകൊണ്ട് ഋതുരാജിന് ഒരു എന്താ പറയുക, ഒരു ചാൻസ് ഇല്ല, അല്ലെങ്കിൽ അവിടെ സ്ലോട്ടില്ല. പക്ഷേ ഋതുരാജിന് വേണമെങ്കിൽ പ്ലേയിങ് 11 ഓക്കെ, ഹി മൈറ്റ് നോട്ട് ബി ഇൻക്ലൂഡഡ്. ബട്ട് സ്റ്റിൽ ശ്രേയസിന് ഒരു ബാക്കപ്പ് ആയിട്ടെങ്കിലും ഋതുരാജിനെ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. പിന്നെ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ സ്ലോട്ട് നമ്മൾ കൂടുതൽ ഒന്നും പറയാനില്ല. എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ഡിസേർവിങ് അല്ല എന്നുള്ളത്. ഞാൻ അതിലിനി കൂടുതൽ എന്താ പറയുക, ഒരു ഇത് പറയുന്നില്ല. കാരണം ഋഷഭ് പന്ത് പുള്ളി നല്ല ബാറ്റർ തന്നെയാണ്, നല്ല വിക്കറ്റ് കീപ്പർ ബാറ്റർ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഗാബ ടെസ്റ്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ബട്ട് കറണ്ട് സിറ്റുവേഷനിൽ പുള്ളി ഭയങ്കര ഡൗൺ ആണ്. കാരണം ബാറ്റിങ് ഭയങ്കര ഡൗൺ ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഇന്നെങ്ങാനും ഒരു വിജയ് ഹസാര ഇന്നലെയാണെന്ന് തോന്നുന്നു മാച്ചിൽ പുള്ളി നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. സോ മേ ബി പുള്ളി നന്നായി ബാറ്റ് ചെയ്യുമായിരിക്കാം, ഐ ഡോണ്ട് നോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബാറ്റർ നമുക്ക് കിട്ടും, നല്ലൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. ഞാൻ ആക്ച്വലി ഋഷഭ് പന്തിൻ്റെ ഒരു ഫാൻ കൂടിയാണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി ചാൻസ് കൊടുക്കണം. കാരണം ഇപ്പോൾ ഇഷാൻ കിഷൻ ഡബിൾ സെഞ്ചുറി ഉള്ള ഒരാളാണ് ODIയിൽ. ബട്ട് സ്റ്റിൽ ഒരു ബാക്കപ്പ് കീപ്പർ പോലും പറ്റില്ല. പക്ഷേ എന്തായാലും KL രാഹുൽ ഉണ്ട്. സോ ഈസ് ഡൂയിങ് ഹിസ് ജോബ് ഗ്രേറ്റ്. സോ നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻസ് ഒന്നും പറയാനില്ല. സോ മേ ബി എന്താ പറയുക, ഋഷഭ് പന്തിന് നന്നായി ചെയ്യുമായിരിക്കാം ഈ വർഷം, നമുക്ക് നോക്കാം. ബട്ട് എനിക്കൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു ഫോക്കസ് T20 വേൾഡ് കപ്പാണ്. സോ സഞ്ജു ആ സ്പോട്ട് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. മേ ബി ഹി വിൽ ഡു ബെറ്റർ. കാരണം അത്രയും ഒരു ബാക്കിംഗ് കൊടുക്കുന്നുണ്ട് ആക്ച്വലി. ഹെഡ് കോച്ച് ആണെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും നല്ലൊരു ചിലപ്പോൾ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് വരെ അയക്കാമെന്ന രീതിയിൽ വരണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. സോ എല്ലാം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സീരീസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. 11th സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. സോ
So I'm waiting for it. So I'm hoping and giving you all the best for our, കാരണം സഞ്ജു സാംസൺ എപ്പോഴും നമുക്ക് പ്രൈഡാണ്. സോ ഞാൻ ആ പുള്ളിക്ക് എൻ്റെ വക ഒരു okay fine. So all the best to the team India against New Zealand, also for the upcoming T20 World Cup. So നന്നായി ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നോക്കാം. താങ്ക് യു.